ഹലോ, ഇന്ന് നമുക്ക് അയിലമീൻ വെച്ചിട്ട് എളുപ്പത്തിലൊരു തോരൻ ഉണ്ടാക്കിയാലോ. നല്ല പച്ച അയിലയൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും നമ്മൾ മീൻ കറിയും മീൻ വറക്കുകയും ചെയ്യാതെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് അയിലമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. എന്നിട്ടൊരു പാൻ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് ഈ മീൻ അതിലേക്ക് വേവിക്കാനായിട്ട് വെക്കണം. നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ മീൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും പുരട്ടിയതിന് ശേഷം ആവിയിലും വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ മതി. നമുക്ക് എളുപ്പം ഈ മീൻ നമുക്ക് വെന്ത് കിട്ടും. ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കാരണം അതിൻ്റെ മഞ്ഞളും കുരുമുളകും ഒക്കെ നന്നായിട്ട് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഒരു 10 മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചൊന്ന് വേവിക്കുമ്പോൾ എളുപ്പം നമുക്ക് മീൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മീനിനെ എടുത്ത് അതിൻ്റെ മുള്ള് എല്ലാം കളഞ്ഞ് മാംസം മാത്രം നമുക്കൊന്ന് പ്രത്യേകിച്ചെടുക്കണം. മാംസം എടുക്കുമ്പോൾ ഒത്തിരി കുഞ്ഞ് പീസാക്കി എടുക്കേണ്ട, കുറച്ച് അല്പം വലിയ പീസാക്കി എടുക്കുക. കാരണം നമ്മൾ തോരനിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് കൂടുതൽ പൊടിഞ്ഞു പോകാൻ നമ്മൾ കുറച്ച് വലിയ പീസാക്കി എടുക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുക. നമ്മൾ നേരത്തെ മീൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പം ഇതിൽ ഉപ്പ് ചേർക്കുക, അതനുസരിച്ച് ചേർക്കാം. എന്നിട്ട് സവാള നന്നായിട്ട് വഴട്ടുക. അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത് നന്നായിട്ട് ഒന്ന് ജാറിലിട്ട് ചതച്ചെടുത്തതിന് ശേഷം അതും ഇതിലേക്കിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക. ഒരുവിധം വഴണ്ട് വരുമ്പോൾ നമ്മൾ 1 സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറാണ് ഇതിൽ ഇട്ടേക്കുന്നത്. ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച മീനിൻ്റെ മാംസം ഇതിലേക്ക് ഇടുക. നന്നായിട്ട് ഈ മീനും അതിലുള്ള മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിഞ്ഞു വരുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഒരല്പസമയം ഈ മീൻ അങ്ങനെ വയ്ക്കുക, മസാലയെല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിക്കാനായിട്ട്. ഈ സമയം നമുക്കൊരു തേങ്ങാക്കൂട്ടുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ, അതിലേക്ക് ഒരല്പം മാത്രം ജീരകം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഒന്ന് ചതച്ചതിന് ശേഷം നമ്മൾ ഈ മീനിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം, ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഒരു നുള്ള് പെരുംജീരകത്തിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് അവസാനം ഒരു ടേസ്റ്റും മണമൊക്കെ നമുക്ക് ഈ മീനിൽ കിട്ടും. അത് കഴിഞ്ഞ് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു മീൻ തോരൻ റെഡിയാവും.